പകലും ഓരോരോ ശ്വാസവും നിശ്വാസവും കരുണാമയനേ കൃപയും നാഥ, ഈ ജീവൻ നീ തന്ന ദാനമല്ലേ. ഓരോ രാവും ഓരോ പകലും ഓരോരോ ശ്വാസവും നിശ്വാസവും കരുണാമയനേ കൃപയും നാഥ, ഈ ജീവൻ നീ തന്ന ദാനമല്ലേ. ഇഹലോകയാത്രയിൽ വീഴ്ചകളിൽ കനിവോടെ നീ തന്നു പരിഹാരവും. ഇഹലോകയാത്രയിൽ വീഴ്ചകളിൽ കനിവോടെ നീ തന്നു പരിഹാരവും. അനുതാപിയാമെന്നെ ചേർത്തവനേ, ആശ്വാസം നീ തന്ന നിത്യജീവൻ. അനുതാപിയാമെന്നെ ചേർത്തവനേ, ആശ്വാസം നീ തന്ന നിത്യജീവൻ. ഓരോ രാവും ഓരോ പകലും ഓരോരോ ശ്വാസവും നിശ്വാസവും കരുണാമയനേ കൃപയും നാഥ, ഈ ജീവൻ നീ തന്ന ദാനമല്ലേ. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം The presence of the Lord is revealed behind the tears. കണ്ണുനീരിന്റെ പുറകെ വെളിപ്പെടുന്ന ദൈവ സാന്നിധ്യം. ഉൽപ്പത്തി പുസ്തകം 42 അധ്യായം 21 വാക്യം. Book of Genesis chapter 42 verse 21. Then they said to one another, in truth we are guilty concerning our brother, in that we saw the distress of his soul when he begged us, and we did not listen. That's why this distress has come upon us. ഇത് നമ്മുടെ സഹോദരനോട് നാം ചെയ്ത ദ്രോഹമാകുന്നു. അവൻ നമ്മോട് കെഞ്ചിയപ്പോൾ നാം അവന്റെ പ്രാണസങ്കടം കണ്ടാറേയും അവന്റെ അപേക്ഷ കേട്ടില്ലല്ലോ. അതുകൊണ്ട് ഈ സങ്കടം നമുക്ക് വന്നിരിക്കുന്നു എന്ന് അവർ തമ്മിൽ പറഞ്ഞു. ആമേൻ. സ്നേഹവാനായ പിതാവേ, ഇന്നത്തെ ദിനത്തിനായി സ്തോത്രം. പരിശുദ്ധാത്മാവ് ദൈവമേ, ഈ തിരുവചന ഭാവം ഞങ്ങൾക്ക് പഠിപ്പിച്ചു തരണമേ, വിളമ്പിത്തരണമേ. വചനം പറയുന്നു അവിടുത്തെ ആത്മാവിനാൽ സകലരും പഠിപ്പിക്കപ്പെടുമെന്ന്. അവിടെ ഞങ്ങളുടെ മധ്യത്തിൽ ഉള്ളതിനായി സ്തോത്രം. അവിടുന്നാണല്ലോ ഞങ്ങളുടെ ഗുരു. അവിടുന്ന് ഞങ്ങളെ പഠിപ്പിക്കുന്നതിനായി സ്തോത്രം. പ്രാർത്ഥന കേട്ടിരിക്കാൻ നന്ദി, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. കണ്ണുനീറിന്റെ പുറകെ വെളിപ്പെടുന്ന ദൈവ സാന്നിധ്യം. ദൈവത്തിന്റെ വചനം ആകമാനം പരിശോധിച്ചാൽ കരഞ്ഞവർ എല്ലാം പിന്നീട് അത്യുന്നതമായ ദൈവമഹത്വം അനുഭവിച്ചു എന്ന് നമുക്ക് കാണാൻ കഴിയും. ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ കരഞ്ഞ വ്യക്തിയാണ് ജോസഫ്. ഉൽപ്പത്തി പുസ്തകം 37 അധ്യായം മുതൽ നാം ജോസഫിന്റെ ചരിത്രം കാണുന്നുണ്ട്. അപ്പന്റെ ഓമനപാത്രം സഹോദരന്മാരുടെ കോപപാത്രമാകുന്നു. അതിന്റെ ഫലമായി നീണ്ട വർഷങ്ങൾ അനേക ദുരിതങ്ങൾ കൂടി ജോസഫ് കടന്നുപോയി. പൊട്ടക്കിണറും പൊത്തിഫറിന്റെ ഭവനവും കാരാഗ്രഹവും അനേകം കണ്ണുനീർ ജോസഫിന് സമ്മാനിച്ചു. ഏറ്റവും കൂടുതൽ കരഞ്ഞത് പൊട്ടക്കിണറ്റിലായിരിക്കാം. ജോസഫ് മന്ത്രിയായതിനു ശേഷം ധാന്യം വാങ്ങാൻ വന്ന സഹോദരന്മാരോട് അവർ ഒറ്റുകാരാണെന്നും സഹോദരനായ ബെന്യാമിനെ കൂട്ടിക്കൊണ്ടുവരാൻ ഒരാൾ പോകുവാനും അതുവരെ അവർ തടവിൽ കിടക്കുവാനും കൽപ്പിച്ചപ്പോൾ അവർ ജോസഫിനോട് ചെയ്ത ദ്രോഹത്തെപ്പറ്റി ഓർത്ത് തമ്മിൽ ഇങ്ങനെ പറഞ്ഞു, ഇത് നമ്മുടെ സഹോദരനോട് നാം ചെയ്ത ദ്രോഹമാകുന്നു. അവൻ നമ്മോട് കെഞ്ചിയപ്പോൾ നാം അവന്റെ പ്രാണസങ്കടം കാണാറേയും അവന്റെ അപേക്ഷ കേട്ടില്ലല്ലോ. അതുകൊണ്ട് ഈ സങ്കടം നമുക്ക് വന്നിരിക്കുന്നു എന്നവർ തമ്മിൽ പറഞ്ഞു.
ഉൽപ്പത്തി 42:21 കുറിവാക്യമായിട്ട് നമ്മൾ വായിച്ച വചനഭാഗമാണത്. ജോസഫ് സഹോദരന്മാരെ കണ്ടപ്പോൾ കരഞ്ഞു, ബെന്യാമിനെ കണ്ടപ്പോഴും കരഞ്ഞു, അപ്പൻ മരിച്ചപ്പോഴും കരഞ്ഞു. ജോസഫിന്റെ കണ്ണീരിനെ ദൈവം അറിഞ്ഞു. പിന്നീട് ഒരു നല്ല കാലം ജോസഫിന് കൊടുത്തു. ജോസഫിനെ ദൈവം നടത്തിയ വിധത്തെക്കുറിച്ച് ദാവീദ് ഇങ്ങനെ പാടിയിട്ടുണ്ട്. 80-ാം സങ്കീർത്തനം 1-ാം വാക്യം, Psalm 80:1. Give ear, O shepherd of Israel, you who lead Joseph like a flock, you who are enthroned upon the cherubim, shine forth. ആട്ടിൻകൂട്ടത്തെ പോലെ ജോസഫിനെ നടത്തുവാനായി ജോസഫിന്റെ ഇടയനായുള്ളവേ ചെവിക്കൊള്ളണമേ. യാക്കോവിന്റെ ജീവിതത്തിലും യാക്കോവ് കരഞ്ഞു. യാബോക്ക് കടവിൽ ദൂതനമായി യാക്കോവ് മൽപ്പിടുത്തമുണ്ടായി. സ്വയത്തിൽ ആശ്രയിച്ച യാക്കോവിന്റെ സ്വയം ആ മൽപ്പിടുത്തത്തിൽ തകർക്കപ്പെട്ടു. കഴിഞ്ഞ കാലങ്ങളെപ്പറ്റി ചിന്തിക്കുന്നതിനായി ദൂതൻ അവന്റെ പേരെന്താകുന്നു എന്ന് അവനോട് ചോദിച്ചു. യാക്കോബ് എന്ന് അവനെ കൊണ്ട് ഏറ്റുപറയിപ്പിക്കുകയും ചെയ്തു. യാക്കോബ് എന്നാൽ ഉബായി എന്നർത്ഥം. യാക്കോബിന് അനുതാപമുണ്ടായപ്പോൾ അവനിലെ സ്വയം തകർത്ത് അവന്റെ പേര് ഇസ്രായേൽ എന്നാക്കി യഹോവ മാറ്റി. മാത്രമല്ല, പെനിയേൽ കടന്നപ്പോൾ സൂര്യൻ ഉദിച്ചു. ദൈവിക പ്രകാശത്താൽ നിറഞ്ഞപ്പോൾ വൈരാഗ്യം ഉരുകിപ്പോയി. ജീവിതത്തിൽ പല പ്രാവശ്യം കരഞ്ഞ യാക്കോബിനെ ദൈവം പിൽക്കാലത്ത് അനുഗ്രഹിച്ചതായി നാം വായിക്കുന്നു. യാക്കോബിന്റെ അർത്ഥം ഉബായി എന്നാണ്. എന്നാൽ ഇന്ന് പലരും യാക്കോബ് എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ട്. എന്നാൽ ഉബായിയായ യാക്കോബിനെ ദൈവം തൊട്ടപ്പോൾ പറ്റിച്ച് ചതിച്ചുകൊണ്ടിരുന്ന യാക്കോബ് ദൈവിക ദർശനത്താൽ അവൻ പുതുമനുഷ്യനായി മാറി. എന്നാൽ ഇപ്പോഴും പലരും പേര് യാക്കോബ് എന്നാണെങ്കിലും രൂപാന്തരം വന്നിട്ടില്ല. ഉപായി എന്നുള്ള ആ ഒരു സഞ്ചിയും തൂക്കി ഉപായം ആ സഞ്ചിയിൽ നിറച്ചുകൊണ്ട് നമ്മുടെ ഇടയിൽ ജീവിക്കുന്നവരുണ്ട്. സ്തോത്രം. നിത്യത കാണണമെങ്കിൽ സഹോദര സഹോദരി, നിന്റെ കഴുത്തിൽ കെട്ടിത്തൂക്കിയിട്ടിരിക്കുന്ന ആ ഉപായം നിറഞ്ഞ സഞ്ചി നീ ദൂരെ എറിയാത്തടത്തോളം കാലം സ്വർഗം കാണുകയോ കടക്കുകയോ ചെയ്യത്തില്ല. ജീവിതത്തിൽ പല പ്രാവശ്യം കരഞ്ഞപ്പോൾ കരഞ്ഞ യാക്കോവിനെ ദൈവം അനുഗ്രഹിച്ചു. പിൽക്കാലത്ത് യാക്കോബ് വലിയൊരു അനുഗ്രഹമായി മാറി. അതുപോലെ ജീവിതകാലത്ത് വലിയൊരു അനുഗ്രഹമായി മാറണമെങ്കിൽ ദൈവം സ്പർശിക്കുമ്പോൾ അത് തിരിച്ചറിയാനുള്ള പരിജ്ഞാനത്തോടെ നമ്മൾ ജീവിക്കണം. യാക്കോബ് മിസ്രൈമിൽ 15 വർഷം വളരെ സന്തോഷമായി ജീവിക്കുകയും മക്കളെ അനുഗ്രഹിക്കുകയും വളരെ സന്തോഷത്തോടെ മരിച്ച് അടക്കപ്പെടുകയും ചെയ്തു. ജീവിതത്തിൽ പലതവണ ദാവീദിന് കരയേണ്ടതായി വന്നു. അബ്സലോം, ശൗൽ എന്നിവർ തനിക്കെതിരെ തിരിഞ്ഞപ്പോഴും ശത്രു സൈന്യങ്ങൾ എതിർത്തപ്പോഴും ഒക്കെയും ദാവീദിന് കരയേണ്ടതായി വന്നിട്ടുണ്ട്. നാഥാൻ പ്രവാചകൻ വന്ന് ദാവീദ് ചെയ്ത പാവങ്ങളെ ഓർമ്മിച്ചപ്പോഴും ദാവീദ് കരഞ്ഞു. 6-ാം സങ്കീർത്തനം 6-ാം വാക്യത്തിൽ അത് വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാം. എന്റെ ഞരക്കം കൊണ്ട് ഞാൻ തകർന്നിരിക്കുന്നു, രാത്രി മുഴുവനും എന്റെ കിടക്കയെ ഒഴുക്കുന്നു, കണ്ണുനീർ കൊണ്ട് ഞാൻ എന്റെ കട്ടിലിനെ നനയ്ക്കുന്നു. Psalm 6:6. I am weary with my mourning. Every night I flood my bed with tears. I drench my couch with my weeping. നമ്മുടെ കണ്ണുനീരിനെ അളന്ന് പുസ്തകത്തിൽ കുറിച്ചു വയ്ക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് ദാവീദ് വിശ്വസിച്ചു. 56-ാം സങ്കീർത്തനം 8-ാം വാക്യത്തിൽ, നീ എന്റെ ഉഴൽച്ചകളെ എണ്ണുന്നു, എന്റെ കണ്ണുനീർ നിന്റെ തുരുത്തിയിൽ ആക്കി വെക്കണമേ, അത് നിന്റെ പുസ്തകത്തിൽ ഇല്ലയോ? Psalm 56:8. You have kept count of my tossings. Put my tears in your bottle. Are they not in your book? ജീവിതത്തിൽ അനേകം തവണ കരഞ്ഞ ദാവീദിനെയും ദൈവം അനുഗ്രഹിച്ചു. നമ്മുടെ കണ്ണീരിനെ മറികടന്നു പോകാൻ ദൈവത്തിന് കഴിയുകയില്ല. കണ്ണീരിന്റെ വില കർത്താവിനറിയാം. പലരുടെയും വേദന കണ്ട് യേശുവിന്റെ മനസ്സലിഞ്ഞിട്ടുണ്ട്. യേശു കരഞ്ഞിട്ടുമുണ്ട്. ദൈവപുത്രനായ യേശു കരഞ്ഞു. എന്നാൽ ഇപ്പോഴും മനുഷ്യന്റെ വേദന കണ്ട് അവനെ ഒന്ന് ആശ്വസിപ്പിക്കാൻ പോലും കണ്ണീരില്ലാത്ത ഒത്തിരി വ്യക്തികൾ പലയിടങ്ങളിലും കയറിയിരിപ്പുണ്ട്. യേശു കരഞ്ഞു. അവൻ ദൈവമായിരുന്നു. ഹല്ലേലൂയ. കണ്ണുനീരിന് അതിൻ്റെതായ വലിയ വിലയുണ്ട്. നമ്മുടെ കണ്ണീരിനെ ദൈവം തുരുത്തിയിൽ സൂക്ഷിക്കുന്നു. കണ്ണീർ മാറുന്ന ഒരു ദിവസം എത്രയും വേഗം സമാഗതമാകും. നാം നമ്മുടെ പ്രാണപ്രിയന്റെ മാറിൽ ചാരും. ഹല്ലേലൂയ. ഈ പ്രത്യാശയോടെ നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഏത് തിക്താനുഭവങ്ങളെയും
അനുഗ്രഹമാക്കി തരുന്ന ഒരു ദൈവം നമ്മുടെ കൂടെയുണ്ട്. കണ്ണീരൊപ്പുന്ന ഒരു ദൈവം. യേശുക്രിസ്തു മാത്രമേ മനുഷ്യന്റെ കണ്ണീരിന് വില തിരിച്ചറിഞ്ഞ് അവന്റെ കണ്ണീരൊപ്പുകയുള്ളൂ. ആ കർത്താവ് പ്രിയ സഹോദര, പ്രിയ സഹോദരി, നമ്മുടെ കൂടെ നിൽക്കുകയാണ്, ചേർന്ന് നിൽക്കുകയാണ്. ഹല്ലേലൂയ. ആ ദൈവിക സ്പർശനമേൽക്കാൻ പൂർണ്ണമായി കർത്താവിന്റെ കരങ്ങളിൽ വിട്ടുകൊടുക്കാം. അവിടെ നമ്മളെ അനുഗ്രഹിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. സ്നേഹവാനായ പിതാവേ, ഞങ്ങളുടെ ആയുസിന്റെ ഒരു ദിനം കൂടെ കാണുവാൻ ഞങ്ങളെ സഹായിച്ചതിനായി സ്തോത്രം. ഇന്ന് തിരുവചനം കേട്ട ഓരോ മക്കളെയും അനുഗ്രഹിക്കണം. ഞങ്ങളെ കുടുംബമായി തിരുക്കരങ്ങൾ തരുന്നു കർത്താവേ. ഞങ്ങളുടെ അനുദിന ജീവിതത്തിൽ, ഞങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരുന്ന എല്ലാ കണ്ണുനീരിന്റെ അനുഭവങ്ങളെയും അവിടുന്ന് അനുഗ്രഹമാക്കി തീർക്കുന്നതിനായി സ്തോത്രം. ഞങ്ങൾ ചേർന്ന് നിൽക്കുന്ന കൂട്ടായ്മകളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ അന്യോന്യം പരസ്പരം ആരെയും കരയിപ്പിക്കാതെ കണ്ണീരൊപ്പുന്നവരായി ജീവിക്കുവാൻ ഞങ്ങൾ ഓരോരുത്തരെയും സഹായിക്കണം. ഞങ്ങളുടെ മാതൃരാജ്യമായ ഇന്ത്യ അനുഗ്രഹിക്കണമേ അപ്പാ. എല്ലാ സംസ്ഥാനങ്ങളെയും അനുഗ്രഹിക്കണം. വിശേഷാൽ ഞങ്ങളുടെ സംസ്ഥാനമായ കേരളത്തെ, തമിഴ്നാടിനെ, കർണാടകത്തെ അനുഗ്രഹിക്കണമേ കർത്താവേ. ഞങ്ങൾക്ക് ചുറ്റും അനേകർ അനുദിന ജീവിതത്തിൽ കണ്ണീരോടുകൂടി കഴിയുന്നവരുണ്ട്. അവരുടെ കണ്ണുനീർ കണ്ടുകൊണ്ട് ആ കണ്ണീരൊപ്പുവാൻ ഞങ്ങളുടെ കരങ്ങളെ ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹൃദയങ്ങളെ ഹല്ലേലൂയ മൃദുലമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. മനസ്സലിയുന്ന ഒരു ഹൃദയം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ഭവനത്തിനായി സ്തോത്രം. ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ഭൗതിക നന്മകൾക്കായി സ്തോത്രം. ഞങ്ങളുടെ വയലുകളെ, ഞങ്ങളുടെ തോട്ടങ്ങളെ, മാവ് ഒഴുക്കുന്ന തൊട്ടിയെ, തുരുത്തിയെ അവിടുന്ന് അനുഗ്രഹിക്കുന്നതിനായി നന്ദി. ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ബിസിനസിന്റെ അതിരുകളെ വിശാലമാക്കുന്നതിനായി സ്തോത്രപ്പാ. ഹല്ലേലൂയ. എല്ലാ പ്രയാസങ്ങളും മാറട്ടെ, എല്ലാ ടെൻഷനും വിട്ടുമാറട്ടെ. ഹല്ലേലൂയ. ആശ്വാസത്തിന്റെ കരം ഞങ്ങൾ ഓരോരുത്തരുടെ മേൽ അവിടുന്ന് വെച്ചിരിക്കുകയാൽ സ്തോത്രം. കുഞ്ഞുങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സ്കൂളും കോളേജിലും പഠിക്കുന്ന മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. യൗവനത്തിൽ തന്നെ കർത്താവേ, ഹൃദയം നുറുങ്ങി, ഹൃദയം മുറിപ്പെട്ടുകൊണ്ട് വേദനയോടെ കഴിയുന്ന മക്കളുണ്ട് കർത്താവേ. ആശ്വാസദായകന അപ്പാ, കുഞ്ഞുങ്ങളെ സ്പർശിക്കണമേ. സന്തോഷം കൊണ്ട് അവരെ നിറയ്ക്കണമേ. പ്രത്യാശ കൊണ്ട് അവരെ നിറയ്ക്കണമേ. അവരുടെ ഭയവും അവരുടെ നാളെക്കുറിച്ചുള്ള ആകുലതകളും അവിടുത്തെ പരിശുദ്ധ രക്തത്താൽ കുഞ്ഞുങ്ങളെ തൊട്ട് സൗഖ്യം കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. ദൂരസഞ്ചാരത്തുമായി പഠനത്തിനായി ജോലിക്കായി പോയിട്ടുള്ള ഞങ്ങളുടെ തലമുറകളെ, സഹോദരങ്ങളെ, ബന്ധുമിത്രാദികളെ ഓർത്തനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ. സകല ഭാരവും നിന്റെ മേലിടുന്ന കർത്താവേ. അവിടുന്ന് നിന്റെ മക്കളുടെ മേൽ ആശ്വാസത്തിന്റെ അവിടുത്തെ കരം വെച്ചിരിക്കയാൽ, അനുഗ്രഹിച്ചിരിക്കയാൽ, ഹല്ലേലൂയ, സൗഖ്യം കൊടുത്തിരിക്കയാൽ നന്ദി പറയുന്നു. അവിടുന്ന് സൗഖ്യദായകനാണല്ലോ. പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിരിക്കുന്ന മക്കളെ തിരുക്കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ കരം വെച്ച് മക്കളെ അനുഗ്രഹിക്കണം. പൂർണ്ണ സൗഖ്യം വിടുതൽ കൊടുത്തിരിക്കുകയാണ് സ്തോത്രം. ഒരിക്കൽ കൂടി ഇന്നത്തെ ദിനത്തിനായി സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥനയും യാചനയും കേട്ടിരിക്കാൻ നന്ദിയപ്പാ. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. തുണയേകും ഗിരിയിൽ ഞാൻ നോക്കിടുമ്പോൾ കനിവേറും കരമുള്ള പ്രിയനാണു നീ. തുണയേകും ഗിരിയിൽ ഞാൻ നോക്കിടുമ്പോൾ കനിവേറും കരമുള്ള പ്രിയനാണു നീ. ഒരു നാളും പിരിയാതെ കൂടെ നിൽപ്പാൻ ആലംബം നീ തന്ന നിത്യജീവൻ. ഒരു നാളും പിരിയാതെ കൂടെ നിൽപ്പാൻ ആലംബം നീ തന്ന നിത്യജീവൻ. ഓരോ രാവും ഓരോ പകലും ഓരോരോ ശ്വാസവും നിശ്വാസവും കരുണാമയനേ കൃപയും നാഥ, ഈ ജീവൻ നീ തന്ന ദാനമല്ലേ. ഓരോ രാവും ഓരോ പകലും ഓരോരോ ശ്വാസവും നിശ്വാസവും കരുണാമയനേ കൃപയും നാഥ, ഈ ജീവൻ നീ തന്ന ദാനമല്ലേ.